നമസ്കാരം. മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം. മാലാഖമാർ. ഭൂമിയിൽ മാലാഖമാരുണ്ടെങ്കിൽ അത് നഴ്സുമാരാണെന്ന് നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട്. ഒരു ആശുപത്രിയിൽ ചെന്ന് കയറുമ്പോൾ നഴ്സിന്റെ ഒരു ചിരി മതി എല്ലാ രോഗവും മാറാൻ എന്ന് പലരും പറയാറുണ്ട്. നാളെയുടെ മാലാഖമാർ ആകേണ്ടവർ കണ്ണിൽ ചോരയില്ലാത്ത വിധത്തിൽ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തതിന്റെ ദൃശ്യവും മരവിപ്പിക്കുന്ന ആ നിലവിളിയും കേട്ടാണ് ഇന്ന് കേരളം ഉണർന്നത്. പുറത്തുവരുന്ന വീഡിയോ, അതിലെ നിലവിളി സത്യത്തിൽ മരവിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിക്രൂരമായി വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച ആനന്ദം കണ്ടെത്തുന്ന സൈക്കോകളായി മാറിയിരിക്കുന്നു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ. ഇവരെങ്ങനെയാണ് ജൂനിയർ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചത് എന്ന വിവരം ആ വീഡിയോ കണ്ടാൽ ആർക്കും ഒന്ന് കണ്ണു നിറയാതെ കാണാൻ സാധിക്കുകയില്ല. ആ വിവരം അറിഞ്ഞാൽ തന്നെ തരിച്ചു പോകും. കട്ടിലിൽ ബലമായി കെട്ടിയിട്ട് കൈയും കാലും തോർത്തുകൊണ്ട് കെട്ടി, പിന്നെ ശരീരമാസകലം ലോഷൻ ഒഴിച്ചു. തുടർന്ന് ദേഹത്ത് കയറിയിരുന്ന ശരീരം മുഴുവൻ വരഞ്ഞു മുറിവേൽപ്പിച്ചു. വേദനിച്ചു കരഞ്ഞവരുടെ വായിൽ ലോഷൻ വീണ്ടും വീണ്ടും ഒഴിച്ചു. ശബ്ദം പുറത്തു വന്നാൽ അടിക്കുമെന്ന ഭീഷണി. റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥികൾ തങ്ങൾ നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതുകേട്ട പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. ഒരു കാലത്തെ ക്യാമ്പസിനെ അടക്കിവാണ് റാഗിംഗ് ക്രൂരന്മാർ തിരിച്ചു വരികയാണ് എന്ന സത്യം. സിനിമകളിലെ സൈക്കോ വില്ലന്മാർ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ ജൂനിയർ വിദ്യാർത്ഥികളോട് കാട്ടാൻ പ്രതികൾക്ക് ഒരു മടിയും തോന്നിയില്ല. പണത്തിനു വേണ്ടിയാണ് ക്രൂരത ആരംഭിച്ചത്. ശനിയാഴ്ചകളിൽ സീനിയേഴ്സിന് മദ്യപിക്കാൻ ജൂനിയർ വിദ്യാർത്ഥികൾ പണം നൽകണം. 800 രൂപയാണ് ജൂനിയേഴ്സ് നൽകേണ്ട ആഴ്ചപ്പടി. ഈ ക്രൂരത പരിധി വിട്ടുപോകുന്ന അവസ്ഥയിലേക്കായി കാര്യങ്ങൾ. രാത്രികാലങ്ങളിലാണ് മർദ്ദനവും ക്രൂരതകളും അരങ്ങേറിയത്. നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഡംബൽ കെട്ടിത്തൂക്കുക, ശരീരത്തിൽ സൂചി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക, മുഖത്ത് തേക്കുന്ന ക്രീം വായിലൊഴിക്കുക തുടങ്ങി ക്രൂരതകളുടെ ദൃശ്യങ്ങൾ ഗാന്ധിനഗർ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അത് വൈറലാണ്. സത്യത്തിൽ അത് കാണാതിരിക്കുന്നതാണ് നല്ലത്. ആ വീഡിയോ കാണുമ്പോൾ വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. തന്റെ മകനെ ജീവനോടെ കിട്ടിയതിൽ പുണ്യം ചെയ്തിരിക്കുന്നു എന്നാണ് അമ്മ പറയുന്നത്. കാരണം ഇത്രയേറെ ക്രൂരതകൾ അവൻ ഏറ്റിട്ടും അവന്റെ ജീവൻ പോകാതെ അവനെ ഇഞ്ചപ്പരുവമാക്കിയെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതിൽ അതിന് മാത്രമുണ്ട് നന്ദി. പക്ഷേ ഈ ക്രൂരതകൾ ചെയ്ത ഇവരോട് പൊറുക്കുകയില്ല. ഇവർ ഇനി പുറം ലോകത്ത് കാണാതിരിക്കാൻ ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അങ്ങനെ തന്നെ പോകുമെന്ന് പറയും. പക്ഷേ ഇവരെ പോലീസിന് വിട്ടു നൽകരുത്, ഇവരെ ഇവരുടെ മാതാപിതാക്കളുടെ മുന്നിലിരുത്തി ഇതുപോലെ തന്നെ ചെയ്യണമെന്നാണ് പല കമന്റുകളും പുറത്തു വരുന്നത്. ഇത്തരം ക്രൂരതകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് മറ്റു ജൂനിയർ വിദ്യാർത്ഥികളെ കാണിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യും. തങ്ങളോട് ബഹുമാനം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സീനിയേഴ്സ് കഴുത്തിൽ കത്തിവെക്കും, കഴുത്ത് അറക്കുമെന്ന ഭീഷണി. അതേസമയം റാഗിങ്ങിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുവാനും ഒരുക്കമാണ്. കോളേജ് ഹോസ്റ്റലിലെ കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താനായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. തുടർച്ചയായി 3 മാസത്തിലധികം വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയായിട്ടും ഹോസ്റ്റൽ അധികൃതരോ അധ്യാപകരോ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഇപ്പോഴും ദുരൂഹം. കോളേജിന്റെ പ്രിൻസിപ്പൽ തന്നെയാണ് ഹോസ്റ്റൽ വാർഡൻ. അസിസ്റ്റന്റ് വാർഡനായ മറ്റൊരു അധ്യാപകനാണ് ഹോസ്റ്റലിന്റെ പൂർണ്ണ ചുമതല. വളരെ കുറച്ചു കുട്ടികൾ മാത്രമുള്ള ഹോസ്റ്റലിൽ സ്ഥിരമായി മദ്യം അടക്കം എത്തിച്ചിട്ടും നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതും പോലീസ് സംശയത്തിന്റെ ആക്കം കൂട്ടുന്നുണ്ട്. സീനിയർ വിദ്യാർത്ഥികളെ പേടിച്ചിട്ടാണ് ഇതുവരെ ഒന്നും പുറത്തു പറയാതിരുന്നത് എന്നാണ് പരാതിക്കാരനായ വിദ്യാർത്ഥികൾ പറയുന്നത്. കോളേജിലെ മറ്റ് വിദ്യാർത്ഥികൾ ആരെങ്കിലും ക്രൂരമായ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. നിലവിൽ കേസെടുത്തും പ്രതികൾ റിമാൻഡിലായതും കണക്കിലെടുത്ത കൂടുതൽ വിദ്യാർത്ഥികൾ റാഗിംഗ് സംബന്ധിച്ച് തുറന്നു പറയുമെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിലാണ് കോളേജും ഹോസ്റ്റലും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണവും നടക്കുന്നത്. ഹോസ്റ്റലിലെ അസിസ്റ്റന്റ് വാർഡനായ അധ്യാപകനെയും പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യും. 5 പ്രതികളുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പരാതിക്കാരായ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളുള്ള ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. പ്രതികൾ 1ാം വർഷ വിദ്യാർത്ഥികളിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം വാങ്ങിയതിന്റെ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. നിലവിൽ റിമാൻഡിലുള്ള പ്രതികളെ ആവശ്യമെങ്കിൽ മാത്രമേ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയുള്ളൂ. അതേസമയം ഉയർന്നു വന്ന പരാതികൾ അന്വേഷിക്കാനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് 5 അംഗ സമിതിയെ നിയോഗിച്ചത്. അതിവേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം. ഇനി ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥന മാത്രമേ നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടത്താൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഇത് 20, 21, 22 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന മാലാഖമാരാണെന്ന് വിളിച്ചൊന്നും ഒതുക്കിക്കളയാൻ കഴിയുകയില്ല. വളർന്നു വരുന്ന സൈക്കോപാത്തുകൾ അല്ലെങ്കിൽ ക്രിമിനലുകൾ എന്ന് മാത്രമേ ഇവരെയൊക്കെ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വീഡിയോ സത്യത്തിൽ നമ്മളെ മരവിപ്പിക്കുകയാണ്, ഉറക്കം കെടുത്തുകയാണ്.
പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഓടാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് കൂടിയാണ്. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ പോക്കെങ്കിൽ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ച് മുറിയിൽ പൂട്ടിയിരിക്കേണ്ട അവസ്ഥ ഉടനെ തന്നെ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിലായ അച്ഛൻ പറയുന്നത് പീഡനത്തിനിരയായ അല്ലെങ്കിൽ ഈ റാഗിങ്ങിനിരയായ ഈ വിദ്യാർത്ഥികൾക്ക് അച്ഛനെ പോലും ഇപ്പോൾ ഭയമാണ് എന്നതാണ്. അച്ഛൻ എന്തെങ്കിലും സംസാരിച്ചാൽ ആ ശബ്ദം കേൾക്കുന്നത് പോലും ഭയമായി മാറിയിരിക്കുന്നു എന്നാണ്. ആ കുട്ടിയുടെ മെന്റൽ ട്രോമയിൽ നിന്നും അവനെ എങ്ങനെ കരകയറ്റണമെന്ന് അറിയാതെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കുടുംബം.